അനുഷ്ഠാനങ്ങളുള്ള ജനങ്ങൾക്ക് അവരുടെ ജീവിതം സംശുദ്ധമാകണം എന്നുണ്ടെങ്കിൽ കാലം, ദേശം ഇവയെക്കുറിച്ചുള്ള അറിവനിവാര്യമാണ്. ഭൂമിയുടെ ജീവസിനെ സൂര്യൻ തന്നിലേക്ക് വലിച്ചെടുക്കുന്ന കാലവും ആദാന കാലവും, ഭൂമിയിലേക്ക് സൗരതേജസ്സിനെ അക്ഷോഭ്യമായി വിട്ടുകൊടുത്തുകൊണ്ട് നിലകൊള്ളുന്ന വിസർഗകാലവും രണ്ട് കാലങ്ങളാണ്. ഉത്തരായനമെന്നും ദക്ഷിണായനമെന്നും പ്രസിദ്ധമായി കാലത്തെ രണ്ടായി പിരിക്കുക, അവയെ 6 ഋതുക്കളായി പിരിക്കുക, മാസങ്ങളായി പിരിക്കുക, പക്കങ്ങളായി പിരിക്കുക. 12 മാസങ്ങളും സൗര കലണ്ടർ അനുസരിച്ച്, ചാന്ദ്രമാസ കണക്കനുസരിച്ച് പിരിവുകൾ ഉണ്ടാക്കുക. കാരണം വ്യക്തിയെ എടുത്താലും സമഷ്ടിയെ എടുത്താലും അഗ്നിഖണ്ഡത്തിൻ്റെയും സൂര്യഖണ്ഡത്തിൻ്റെയും ഉപരിലോകമായ ചന്ദ്രഖണ്ഡത്തിൻ്റെയും അതിലുപരിയായ നിത്യകലകളുടെയും അറിവ് ലോകമെമ്പാടുമുള്ള അനുഷ്ഠാനം ഇഷ്ടപ്പെടുന്ന ജനതയ്ക്കുണ്ടായിരുന്നു. യാതൊരുവൻ സൂര്യഖണ്ഡത്തെ ഉപാസിക്കുന്നുവോ അവൻ സൂര്യവംശിയായിരിക്കുകയും സൂര്യഖണ്ഡത്തിനും മുകളിൽ ചന്ദ്രഖണ്ഡത്തെ ആരുപാസിക്കുന്നുവോ അവൻ ചന്ദ്രവംശിയായിരിക്കുകയും ചെയ്യുക. ലോകത്തെ ചന്ദ്രവംശത്തിൻ്റെയും സൂര്യവംശത്തിൻ്റെയും സങ്കേതങ്ങളെയും അനുഷ്ഠാനങ്ങളെയും അവലംബിച്ചുകൊണ്ട് പഠിക്കുക. അതനുസരിച്ചുള്ള ജീവിത രീതികളും വളർച്ചയും ഉളവാക്കുക. ഇതൊക്കെ ഒരു കാലഘട്ടത്തിൻ്റെ ചരിത്രമായിരുന്നു. വ്യഷ്ടി ചരിത്രത്തിലും സമഷ്ടി ചരിത്രത്തിലും അങ്ങനെയുള്ള മാനവ ചരിത്രത്തെ ഇതിഹാസങ്ങൾ എന്ന് പറയും. ഇതിഹാസം എന്നതിന് പറയാനുള്ള കാരണം സമഗ്രമായ ചരിത്രം ഉൾക്കൊള്ളുന്നത് കൊണ്ടാണ്. ഒരു വ്യക്തി എന്നത് അയാളുടെ ജാഗ്രതും അയാളുടെ സ്വപ്നവും അയാളുടെ സുഷുപ്തിയും എന്ന 3 അവസ്ഥകൾ ചേരുന്നതും കൃത്യമായ ജീവിതത്തിലൂടെ പോകുന്നവനെങ്കിൽ ഭൗതികേതരമായ 4ാമത്തെ ഒരവസ്ഥ കൂടി ചേർക്കേണ്ടതുമാണ്. അതിലുപരി വ്യക്തിക്ക് അയാളുടെ സൂക്ഷ്മമായൊരു മാനസിക പ്രപഞ്ചവും അയാൾ ലോകത്തോട് ഇടപെടുന്ന ഒരു വാക്പ്രപഞ്ചവും അതേപോലെ തന്നെ അയാളുടെ കർമ്മ ലോകങ്ങളും ചേർന്ന് 3 പ്രപഞ്ചങ്ങളും ഉണ്ടാവുക സ്വാഭാവികമാണ്. ഈ പ്രപഞ്ചങ്ങളെയും നേരത്തെ പറഞ്ഞ അവസ്ഥാന്തരങ്ങളെയും ചേർത്തുവെച്ച് വ്യക്തികളുടെയും കുടുംബങ്ങളുടെയും രാഷ്ട്രങ്ങളുടെയും ചരിത്രം ജീവന്റെ ആവിർഭാവ ദിനം മുതൽ പ്രളയം വരെ ഒന്നു മാത്രമാണ് എന്ന് കണ്ടെത്തിയിട്ടുള്ള ഉത്തമന്മാരും യോഗികളുമായ ആചാര്യന്മാരുടെ
അന്വേഷണത്തിൻ്റെയും തപസ്സിൻ്റെയും ഫലമായി എഴുതപ്പെട്ടിട്ടുള്ള അന്യൂനമായ ചരിത്രങ്ങളാണ് ഇതിഹാസങ്ങൾ.